സോ ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രത്യേകതയുള്ള എപ്പിസോഡാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മൈൻക്രാഫ്റ്റിലെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നടത്തിയ വേൾഡ് ചെറുതായി ഒന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്കൊരു ഡെസേർട്ട് ബൈബും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡ് അതിൻ്റെ ആ ഒരു ലെറ്റ്സ് പ്ലേയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാനായിട്ടില്ല വേൾഡിൽ. ആൻഡ് ഈ വേൾഡിൽ നമ്മൾ ആ വേൾഡ് പോയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേൾഡാട്ടോ ഇത്. ഇവിടെ നമുക്ക് കിട്ടിയൊരു സവാന ബയോമാണ്. നമുക്ക് മിക്കപ്പോഴും നമ്മുടെ ലെറ്റ്സ് പ്ലേയിൽ കിട്ടുന്ന അതേ സെയിം വേൾഡ്, സെയിം സ്പോൺ സവാന ആയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബയോമാണ് സവാന. അത്യാവശ്യം കാണാനൊക്കെ ഇത്തിരി അലമ്പാണ്, അതുകൊണ്ടായിരിക്കണം. ഓക്കെ, നമുക്കെന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ തന്നെ സർവേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഇനി വേറെ ബയോമിലോട്ട് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം. നമുക്ക് വേറെ ബയോമിലോട്ട് പോകാം. അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും മറക്കണ്ട. സോ അപ്പം വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മളൊരു മൈൻക്രാഫ്റ്റ് വേൾഡിൽ വന്ന ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മരം വെട്ടാൻ. ഒരു മരം വെട്ടുന്നു. ആ ഫസ്റ്റ് മൈൻ ചെയ്ത ഒരു മരത്തിനെ നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് മൈൻ ചെയ്ത ആ ഒരു ബ്ലോക്കാണെന്ന് അറിയാം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഡേർട്ടും കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാം. ഒരു പൂവും കൂടി എടുത്ത് വെച്ചാൽ അതായിരിക്കും കുറച്ച് നല്ലത്. വെക്കണ സ്ഥലം മിസ്പ്ലേസ് ആവരുത്. ഇത് ഫസ്റ്റ് നമ്മൾ മൈൻ ചെയ്ത ബ്ലോക്കാണെന്ന് അറിയാനായിട്ട് അവിടെ അത് വെച്ചു. ഒരു പൂവും കൂടി എടുത്ത് വെക്കാം. ഈ ഒരു ചുവപ്പ് പൂ തന്നെ ഇരുന്നോട്ടെ. ആ കൂടെ തറയിൽ പോയാ അത് തറയിൽ പോയി. നമുക്ക് വേറെ പൂ പൊട്ടിക്കാം. ആ പൂവും കൂടി പൊട്ടിച്ച് അതും വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള വുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു മരം മൊത്തത്തോടെ നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ബേസിക് ടൂൾസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വുഡ് വെട്ടി ഇനി നമുക്ക് അതിനെടുത്ത് പ്ലാങ്ക് ആക്കാം. ഫുള്ള് നമ്മൾ മൊത്തത്തോടെ തന്നെ പ്ലാങ്ക് ആക്കിയിട്ട് നമ്മുടെ ആദ്യത്തെ സംഭവം ക്രാഫ്റ്റിംഗ് ടേബിൾ, മെയിൻ സാധനം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നോട്ടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. വെക്കടോ. ഓക്കെ, സെറ്റ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഇനി നമുക്ക് നമ്മുടെ ബേസിക് ടൂൾസ്, അതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. പിക്കാക്സ് വേണ്ട, നമുക്ക് സോഡ് ക്രാഫ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ കുറച്ച് ഷീപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ആവശ്യമുള്ള ബെഡാണ്. അപ്പോൾ ബെഡിനുള്ള സംഭവങ്ങളൊക്കെ ഈ ഷീപ്പിനെ തല്ലിക്കൊന്നാൽ കിട്ടും. ഇവിടെ കുറച്ചധികം ഷീപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബെഡ്, ബ്രൗൺ ഷീപ്പാണ് മൊത്തം ഉള്ളത്. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും അങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഒരു ബെഡ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. ബെഡ് കിട്ടിയാൽ ഇനി നമുക്ക് കുഴപ്പമില്ല. അതിന് ഒരു പിക്കാക്സും കൂടി ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു പിക്കാക്സ് മാത്രം മതി. ആക്സും വേണമെങ്കിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാം, പക്ഷേ അത് നമുക്ക് സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഇവിടെ എന്താ കോഴിയൊക്കെ നിൽക്കുന്നത്. ഈ ടെക്സ്ചർ, ഈ ഒരു മറ്റേ സ്പ്രിംഗ് ടു ലൈഫ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റിൽ വന്നതല്ലേ ഈ ഒരു ടെക്സ്ചർ. ഓരോ ബയോമിലും ഓരോ തരത്തിലുള്ള എനിക്ക് ഇങ്ങോട്ട് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ടെക്സ്ചറിങ്ങും കാര്യങ്ങളൊക്കെ. എന്തോ ഒരു നമ്മുടെ ആ ഒരു നോർമൽ ആ ഒരു വെല്ല മൈൻക്രാഫ്റ്റിനെ ഭയങ്കര എന്തോ ഒരു മാറ്റിയതുപോലെ ആയിപ്പോയി. നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടാ. യെസ്, നമ്മളപ്പോൾ സ്പോണായടുത്തുനിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കേട്ടാ. ഈ പോണ വഴിക്കുള്ള എല്ലാ ഫുഡ് റിസോഴ്സും നമ്മൾ അടിച്ച് പിറക്കി എടുക്കുന്നുണ്ട്. കാരണം ഫുഡ് ഇല്ലാണ്ടെല്ലാം ചത്ത അത് ഭയങ്കര മോശമായിപ്പോൾ. ഇവിടെ സ്റ്റോണ് കണ്ടൊരു സ്ഥലം. യെസ്, എനിക്ക് തോന്നുന്നു അപ്പം സ്റ്റോണ് കിട്ടി. മേ ബി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കോള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ചെറിയൊരു കേവ് സെറ്റപ്പ് എന്തുകൊണ്ട്. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് നൈറ്റ് നമുക്കങ്ങ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് അതാ നിൽക്കുന്നു നമ്മുടെ അകത്തളത്തിൽ ആശാൻ ക്രീപ്പർ മാമൻ. അതവിടെ നിന്നോട്ടെ. വെറുതെ ക്രീപ്പർ പൊട്ടിച്ചാവാനായിട്ട് താല്പര്യമില്ല. നമ്മുടെ 2-3 ഹാർഡ് കോർ ഈ ഒരു വൃത്തികെട്ട ക്രീപ്പർ കാരണമാണ് നമ്മുടെ 2-3 ലൈവിലെ ഹാർഡ് കോറും കാര്യങ്ങളൊക്കെ പോയാൽ അപ്പത്തൊട്ടുള്ള ദേഷ്യമുണ്ട്. ഈ സാധനത്തിനെ കണ്ടൊന്ന് തല്ലിക്കൊള്ളുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള സാഗമജംഗമ വസ്തുക്കളില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ അങ്ങ് വെറുതെ വിടാം. ആദ്യം നമുക്കതാ ഈ നമ്മുടെ ലൈഫ് നമ്മുടെ ഹങ്കർ ബാർ 3 കട്ട. നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണം. പച്ചക്ക് കഴിച്ചാൽ അത്ര ഹങ്കറൊന്നും കയറില്ല, അത് പെട്ടെന്ന് പോവും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫർണസ് ഉണ്ടാക്കണം. സ്റ്റോണ് പോരാ, കുറച്ചുകൂടി സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫർണസ് ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മുടെ ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ ഞാൻ. ഓക്കെ, ഫർണസ് ഉണ്ടാക്കി.
ഒരു പോർക്ക് ഞാൻ കുക്ക് ചെയ്ത്, അതുപോലെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണ്ടായിരുന്നു, പിക്കാക്സ് ഉണ്ടാക്കി. ഇവിടെ കുറച്ച് കോൾ ഇരിപ്പുണ്ട്. ഈ കോളെന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ ഇനി മുതൽ എവിടെ കണ്ടാലും അങ്ങ് മാന്താൻ പോകട്ടെ. കാരണം ഈ കോളിൻ്റെ ആവശ്യം നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ ഈ കോൾ വെച്ചിട്ട് ഒരു കിടക്കാഴ്ച വെച്ചുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ഈ ഒരു വേൾഡിൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. അത് നമുക്ക് എന്തായാലും ഭയങ്കര ഉപയോഗപ്പെടാൻ പോകുന്ന ഒരു ചെറിയൊരു ബിൽഡ്, ഓക്കെ, ചെറിയൊരു സംഭവം. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ ഈ വേൾഡിൽ വരാൻ പോകുന്ന ബിൽഡുകളിൽ നമുക്ക് ഭയങ്കര യൂസ് ആകാൻ പോകുന്ന ഒരു കിടുക്കാച്ച സാധനം. അത് നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആ സാധനം ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ സാധനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആരും പേടിക്കണ്ട, ഇപ്പം മനസ്സിലായില്ലെങ്കിലും വഴിയുള്ള എപ്പിസോഡുകളിൽ എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പം അത് കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് നേരെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് പോകാം. ഫർണസിൽ ഈ കോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഹങ്കറും കാര്യങ്ങളൊക്കെ സെറ്റാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അയണോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടെയും കുറച്ച് കോളിരിപ്പുണ്ട്. ഉള്ള കോളെല്ലാം ഞാൻ എന്തായാലും മാന്തി എടുത്തിട്ട് വരാം കേട്ടോ. കോളും കുറച്ച് കൊബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഞാനൊരു സംഭവം കണ്ട്, ഒരു നെതർ പോർട്ടൽ. യെസ്, നമ്മുടെ ഫസ്റ്റ് നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ചെറിയ ചെസ്റ്റ് ഉണ്ട്, സ്വാഭാവികം. നമുക്കതിൽ തുറന്ന് നോക്കിയാൽ എന്തോ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ഗോൾഡൻ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്, സന്തോഷം. അതുപോലെ ലോഡ് സ്റ്റോണ്, ഒരു ഗോൾഡ് ബ്ലോക്ക്, അതും സന്തോഷം. കുറച്ച് നഗറ്റ്, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, 2 ബൂട്ട്സ്, ഒരു ഷവലും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ലൂട്ടൊക്കെ കിട്ടി. അതുപോലെ ഇവിടെ എവിടെയോ ഞാനൊരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ഒരു അയൺ പിക്കാക്സ് ഇല്ല. സോ അപ്പോൾ ആ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഗോൾഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഓക്കെ, അതും കാര്യങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. 3 അയൺ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, എന്നാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റൂ. കിട്ടിയ സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തിടാം കേട്ടോ. ഫയർ പ്രൊട്ടക്ഷൻ, ഫെദർ ഫാളിങ്ങിൻ്റെ ബൂട്ട് കിടന്നോട്ടെ. അപ്പം നമുക്ക് അയണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നൊന്ന് തപ്പി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു ഗോൾഡ് ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്യാം കേട്ടോ. ആൻഡ് ഞാൻ കുറച്ചും കൂടി മൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മൈൻ ചെയ്തതിൽ നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ കിട്ടി, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അയൺ കിട്ടാനായിട്ടാണ് പോയത്. 2 അയൺ ഓർ അവിടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി ആ ഒരു ഗോൾഡ് ബ്ലോക്കും കൂടി എടുത്ത് നമുക്ക് സെറ്റപ്പ് ആക്കാമായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു നൈറ്റ് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു മരത്തിൻ്റെ താഴെ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, വെള്ളത്തിൽ കിടന്നോട്ടെ. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ താഴെ എന്തായാലും സർവൈവ് ചെയ്യാം. അതിനാദ്യം നമുക്ക് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതും ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ ഫർണസും കൂടി എടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇവിടെ ആയിട്ടങ്ങ് വെച്ച് കൊടുക്കാം. സെറ്റ്. ഓക്കെ, നമ്മുടെ ഈ ഒരു നൈറ്റ് നമുക്ക് ഇവിടെ ഈ ഒരു മരച്ചോട്ടിൽ സ്കിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയും കൂടി വേണമെങ്കിൽ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫുഡില്ലാണ്ട് എന്തായാലും ഫെദറല്ല കോൾഡ് വയ്ക്കാം. ഫുഡില്ലാണ്ട് മരിച്ചു പോകണ്ട. അതുപോലെ നമുക്ക് കുറച്ച് ഒരു പ്ലാന്റ് ചെയ്യണം, അതിന് ഫാം ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ഒരു 10-20 സീഡ്, ഒരുപാടൊന്നും വേണ്ട, 10-20 സീഡ് എടുത്തിട്ട് നമുക്കിവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ അടുത്തുള്ളത് കൊണ്ട് അവിടെ നമുക്ക് കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. യെസ്, സീഡും കളക്ട് ചെയ്ത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് ഡർട്ടും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു സ്റ്റെപ്പൊക്കെ വെച്ച് കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഒരു കുളത്തിൽ ഇറങ്ങുന്ന പോലത്തെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ചുമ്മാ ഒരു പ്രഹസനം. പിന്നെ നമ്മളിവിടെ ഒരുപാട് നേരം നടന്നു, ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മുടെ ഒരു വാസസ്ഥലമാണെന്ന് അറിയിക്കാനായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് അതും ചെയ്ത് ഇവിടെ ഈ ഒരു വൃത്തിയുടെ സാധനം കൊണ്ട് ഇനി അങ്ങ് തല്ലിക്കൊല്ലാൻ കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നമുക്ക് അതിന് ശേഷം നമ്മുടെ ഹോ എടുത്ത് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് കൊണ്ട് നമ്മൾ ഫാം ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ഫാം ചെയ്തിട്ട് എന്ത് ഗുണം, പ്രത്യേകിച്ച് ഗുണം ഇപ്പം കിട്ടാനില്ല. നമ്മളെന്തായാലും ഇതൊക്കെ മുളച്ച് വരുമ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വേറെ റിസോഴ്സ് സെറ്റാക്കും. എന്നാലും നമ്മളൊരു ഫസ്റ്റ് നമുക്കിങ്ങനെയൊക്കെയാണല്ലോ ഒരു തുടക്കം എന്ന് പറയണം. അതിന് വേണ്ടി വെറുതെ ഒരു കാര്യമില്ല, നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടി എൻ്റെ ഒരു 10-20 സീഡെന്തേ ഉള്ളൂ. അപ്പോൾ അത് വെക്കാനുള്ള സ്ഥലമാണ്. വീണ്ടും ഒരു സീഡ് കിട്ടി, താങ്ക് യു. ഇതാ പ്രശ്നം. ആ ഉള്ള സീഡൊക്കെ കറക്റ്റ് 20 സീഡ്. ആ സീഡ് വെച്ച് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒന്ന് നട്ട് വയ്ക്കാം കേട്ടോ. ഓക്കെ, അതും കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ബ്ലോക്കും കൊണ്ട് അവിടെ വെച്ച് ഇനി നമുക്കൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം.
തൽക്കാലം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. സംഭവം ഈ ഗോൾഡൻ ആപ്പിളും ഗോൾഡൊക്കെ കയ്യിൽ വെച്ചിരുന്ന വെറുതെ കളഞ്ഞു. നമ്മൾ ഭയങ്കര പ്രോ പ്ലെയർ ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഡബിൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ചെസ്റ്റ് ഇവിടെ വെച്ചേക്കാം. നമുക്ക് ആവശ്യം നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഗോൾഡൻ ആപ്പിളും ആ ഷവലും ഒക്കെ അതിൽ തന്നെ ഇരുന്നോട്ടെ, ബൂട്ടും ഷവലും ഒക്കെ അവിടെ ഇരുന്നോട്ടെ, നഗറ്റും ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്തെടുത്ത് വെച്ചേക്കാം. പിന്നെ ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിൽ വെച്ചേക്കണ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചെസ്റ്റിനകത്തെടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം പ്രത്യേകിച്ച് കുഴപ്പമില്ല. ലോഡ് സ്റ്റോൺ എന്തായാലും ഇടുന്നു, അത് അതിൻ്റെ അകത്ത് വെക്കണ്ട. നമ്മുടെ ഇൻവെൻട്രിയും കുറച്ച് ഒന്ന് സെറ്റപ്പ് ആവും. പിന്നെ നമുക്കിത് ഈ ഒരു ഷുഗർ കെയിൻ ഉണ്ടല്ലേ, നമുക്ക് കുറച്ചെടുത്ത് ഈ ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ അതും കൂടി ഒന്ന് നട്ട് വെക്കാം. അതും അവിടെ ഇരുന്ന് വളരട്ടെ. കുറച്ച് ഫാമിങ് കാര്യങ്ങൾ, ഫുഡ് റിസോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപന്തിയിൽ നമ്മൾ നിൽക്കണം കേട്ടോ. നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ എന്തായാലും ബുക്കും കാര്യങ്ങളൊക്കെ, പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് യൂസ് ആവും. അപ്പോൾ ഷുഗർ കെയിനും കൂടി എന്തായാലും നട്ട് വെച്ചേക്കാം. ഓക്കെ, നമ്മളപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടായിട്ടുണ്ട്. കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി, ആർമർ കിട്ടി, ചെറിയൊരു അയൺ ആർമറിനേക്കാളും നമുക്ക് ഗോൾഡൻ ആർമറും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നത്തെ എപ്പിസോഡിൽ ചെറിയ പ്രോഗ്രസ് നമുക്ക് നമ്മുടെ വേൾഡിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. അപ്പോൾ മറ്റൊരു സമയത്ത് കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മേറ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.